നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് മോചനം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ കിറ്റി ആകെ മാറിപ്പോയതുപോലെ തോന്നിച്ചു. പ്രണയവിവാഹമല്ലെങ്കിലും വിവാഹം കഴിഞ്ഞ് 6 മാസത്തോളം ഫോണിൽ കൂടിയും നേരിട്ടും ഹൃദയം കൈമാറിയവരായിരുന്നു അവർ. വളരെ പെട്ടെന്ന് തന്നെ അവൾ അമ്മയായി. അതിനുശേഷം അവളിലുണ്ടായ മാറ്റം പറഞ്ഞാൽ തീരില്ല. തന്നോടൊരു സ്നേഹവും കാണിക്കാറില്ല. തൻ്റെ പരിചരണം അവൾക്ക് ആവശ്യമേയില്ല. എപ്പോഴും സ്വന്തം വീട്ടിൽ പോകും, അല്ലെങ്കിൽ അവളുടെ അമ്മയെയും കൂട്ടി വീട്ടിൽ വരും. കുഞ്ഞിനെ നോക്കാൻ അവളുടെ അമ്മ തന്നെ വേണമെന്ന് വാശി പിടിക്കും. മനുവിൻ്റെ വീട്ടുകാർ കൂടെ ഉള്ളത് തൃപ്തിയല്ലാത്തത് കൊണ്ട് പുതിയ വീട് വെച്ചു മാറണമെന്ന് അവൾ നിർബന്ധിച്ചു. അങ്ങനെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതി അവൾ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ടും ഒന്നിനും കൊള്ളാത്തവനായി അവൾ എന്നെ ചിത്രീകരിച്ചു കൊണ്ടേയിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അധിക്ഷേപിക്കും. ഒന്നിനും കഴിവില്ലാത്തവനെന്ന് മുദ്ര കുത്തും. എല്ലാം അവൾക്കേ അറിയൂ എന്ന രീതിയിലാണ് പെരുമാറ്റം. താൻ ഒട്ടും മോഡേൺ അല്ലെന്നും 10ാം നൂറ്റാണ്ടിലെ മനോഭാവമാണെന്നുമൊക്കെ പറഞ്ഞ് പരിഹസിക്കും. ഒരു നേരം മീനോ ഇറച്ചിയോ ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടിയായിരുന്നു അവൻ. ഇപ്പോൾ അവനൊന്നിനും നിർബന്ധമില്ലാതായി. അവൾ കഴിക്കാത്തതുകൊണ്ട് അവനും കൊടുക്കില്ല. ജോലി ചെയ്യാനുള്ള മടിയാണ് അവളുടെ പ്രശ്നം. അതുകൊണ്ട് മിക്കവാറും രാവിലെയും രാത്രിയും ഒക്കെ ബ്രെഡാണ്. ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടാൻ കഴിയാത്തതുകൊണ്ട് അവൻ ഒരു നേരമെങ്കിലും പുറത്തുനിന്ന് വല്ലതും കഴിക്കാൻ പറ്റുന്നുണ്ട്. മനുവിൻ്റെ അമ്മ ഒരിക്കൽ സങ്കടത്തോടെ ഭർത്താവിനോട് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമുണ്ടല്ലോ, അങ്ങനെയല്ലേ പറ്റൂ. അദ്ദേഹം ഭാര്യയെ സമാധാനിപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ തന്നെ കിറ്റിക്ക് ഒരു നാർസിസിസ്റ്റിൻ്റെ സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. തന്നെ മാനസികമായി തള്ളിക്കളഞ്ഞും അപമാനിച്ചും അവഗണിച്ചും അവൾ ആനന്ദം കണ്ടെത്തുന്നു. കണ്ണുനീർ കണ്ടാൽ പോലും അലിയാത്ത ആ കരിങ്കല്ല് പോലുള്ള ഹൃദയത്തിന് മുന്നിൽ ഒടുവിൽ താൻ തോറ്റുപോയി. ഞാൻ ചെയ്തത്, പറഞ്ഞത്, പ്രവർത്തിച്ചത് ഒക്കെ ശരിയാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാനൊരു പരാജയമാണെന്ന് അവൾ എന്നെ വിശ്വസിപ്പിക്കും. പതിയെ പതിയെ ഞാൻ സ്വയം എന്നെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മതിലുകളില്ലാത്ത ഒരു തടവറയിലാണ് ഞാനെന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞു. പക്ഷേ പ്രതികരിക്കാനാകാതെ പകച്ചു നിൽക്കേണ്ടി വന്നു. അവസാനം എന്നെ ആണും പെണ്ണും കെട്ടവനാണെന്ന് പറഞ്ഞ് അവൾ മുദ്രകുത്തി എൻ്റെ മോനെയും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. സമൂഹത്തിൽ എങ്ങനെ ഞാൻ തലയുയർത്തി നിൽക്കുമെന്നറിയാതെ നിരാശയിലായിപ്പോയി. വീണ്ടും അവളുടെ കാല് പിടിക്കാൻ ഞാൻ ആലോചിച്ചു. കുഞ്ഞിനെ നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ഞാൻ അവളെ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചു. പക്ഷേ അവൾ എടുത്തില്ല. അവൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഒടുവിൽ ഞാനൊരു ഭ്രാന്തനെ പോലെ ആയിപ്പോയി. അവൾ ഡൈവോഴ്സ് നോട്ടീസ് അയച്ചു. ഞാൻ ആകെ തകർന്നുപോയി. എൻ്റെ അമ്മയും ചേട്ടനും കൂടി എന്നെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോയി. അദ്ദേഹം എല്ലാം കേട്ടിട്ട് എന്നെ ഉപദേശിച്ചു. കൗൺസിലിങ്ങിൽ കിറ്റി ഒരു നാർസിസിസ്റ്റ് തന്നെയാണെന്ന് അദ്ദേഹവും മനസ്സിലാക്കി. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. തുടക്കത്തിൽ അതൊരു വസന്തകാലം പോലെ തോന്നിക്കും. എന്നാൽ ആ സ്നേഹമൊരു വെറും ചതിക്കുഴിയായിരുന്നെന്ന് തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങളുടെ ആത്മാവ് മുഴുവനും അവർ കാർന്ന് തിന്നിട്ടുണ്ടാകും. നാർസിസ്റ്റുകൾ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന അംഗീകാരത്തെ മാത്രമാണ് അവർ സ്നേഹിക്കുന്നത്. അവരുടെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റുന്ന നിസ്സഹായമായ ജീവിതങ്ങളാണ് നിങ്ങളുടേതെന്ന് അവർക്കറിയാം. നിങ്ങളുടെ മരണം പോലും അവർക്ക് വെറുമൊരു വാർത്ത മാത്രമായിരിക്കും. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റു പലരും ഈ ലോകത്തുണ്ട്. നിങ്ങളുടെ ശ്വാസം മുട്ടുന്ന രാത്രികൾക്കൊരു അവസാനമുണ്ട്. നിങ്ങളെ തകർക്കുന്ന ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് ഒരു നാർസിസിസ്റ്റ് അല്ല. നിങ്ങൾ തോറ്റു കൊടുക്കേണ്ടത് മരണത്തിനല്ല, മറിച്ച് ജീവിതത്തെ ജയിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ഒളിച്ചോടുകയല്ല, അതിജീവിക്കുകയാണ് വേണ്ടത്. മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ അവരെ പോലെ തന്നെ നിങ്ങൾക്കും അവകാശമുണ്ട്. കഴുകൻ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. അത് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കണം. ഒരുപക്ഷെ ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കുന്നൊരു അവസ്ഥയിലായിരിക്കും നിങ്ങളിപ്പോൾ. ഒന്ന് തുടങ്ങിക്കിട്ടാൻ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്കെല്ലാം സാധിക്കും. ജീവിതം നീണ്ടു നിവർന്ന് ഇനിയും കിടക്കുകയാണെന്ന് ഓർക്കുക. അദ്ദേഹം പല ദിവസങ്ങളിലായി എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു.
പല സെക്ഷൻ കൗൺസിലിങ്ങിനൊടുവിൽ ഞാൻ മാനസികമായി സ്വതന്ത്രനായി. ആ ട്രോമയിൽ നിന്ന് പുറത്തു കിടക്കാൻ നന്നേ പണിപ്പെട്ടു. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഒഴുക്കിലൊടുവിൽ അപ്രതീക്ഷിതമായി സുനു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു ആക്സിഡൻറ്റിൽ ഭർത്താവ് നഷ്ടപ്പെട്ട് 3 വയസ്സുള്ള മകളുമായി ഒറ്റയ്ക്ക് ജീവിതം കൊണ്ടുപോവുകയായിരുന്നു സുനു. ട്രാൻസ്ഫറായി എൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തതാണ്. ഒരു നിമിത്തം പോലെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, പരസ്പരം അറിഞ്ഞു, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞങ്ങളുടെ മകളുടെ വിവാഹമാണ്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈപിടിച്ച് വരന് കൊടുത്തപ്പോൾ എൻ്റെ ഹൃദയം സമ്മിശ്ര വികാരങ്ങളാൽ വിതുമ്പിപ്പോയി. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.